അമേരിക്കയും നൈജീരിയൻ ആർമിയും ചേർന്ന് നടത്തിയ ശക്തമായ ഒരു ആക്രമണത്തിൽ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രണ്ടാം കമാൻഡർ കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച പ്രഖ്യാപിച്ചു. രഹസ്യ സ്വഭാവമുള്ള നേതാവായ അബു ബിലാൽ അൽ മൈനുക്കിയുടെ മരണത്തോടെ IS-ന്റെ ആഗോള പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നൈജീരിയയിൽ നടന്ന ഈ സൈനിക നീക്കം അതീവ സങ്കീർണമായ ഒരു ദൗത്യമായിരുന്നുവെന്നും വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒന്നാണെന്നും ട്രംപ് പറയുന്നു. 2010-കളിലെ തങ്ങളുടെ സുവർണകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വലിയ തോതിൽ ദുർബലപ്പെട്ടിരിക്കുന്ന ഈ ഭീകര സംഘടന തങ്ങളുടെ പ്രമുഖനായ നേതാവ് കൊല്ലപ്പെട്ടതായുള്ള അവകാശവാദത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്ന് രാത്രി എന്റെ നിർദ്ദേശപ്രകാരം ധീരരായ അമേരിക്കൻ സേനയും നൈജീരിയയിലെ സായുധ സേനയും ലോകത്തിലെ ഏറ്റവും സജീവമായ ഒരു തീവ്രവാദിയെ യുദ്ധക്കളത്തിൽ നിന്നും ഇല്ലാതാക്കാൻ വളരെ സങ്കീർണമായ ഒരു ദൗത്യം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത്. അൽ മൈനുക്കി എവിടെയാണെന്നതിനെക്കുറിച്ച് അമേരിക്കൻ സൈന്യത്തിന് ആഫ്രിക്കയിൽ നിന്നുള്ള ചില പ്രാദേശിക ചാരന്മാർ രഹസ്യ വിവരങ്ങൾ നൽകിയെന്നും അമേരിക്കൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. അയാൾ ഇനി ഒരിക്കലും ആഫ്രിക്കയിലെ ജനങ്ങളെ ഭയപ്പെടുത്തുകയോ അമേരിക്കക്കാരെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുകയോ ഇല്ല. അദ്ദേഹത്തെ നീക്കം ചെയ്തതോടെ IS-ന്റെ ആഗോള പ്രവർത്തനം വളരെയധികം ചുരുങ്ങിയിരിക്കുന്നു എന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു. അബൂബക്കർ മുഹമ്മദ് അൽ മൈനുക്കി എന്നും അറിയപ്പെടുന്ന IS നേതാവ് പ്രധാനമായും ആഫ്രിക്കയിലെ സഹേൽ മേഖലയിലായിരുന്നു താമസിച്ചിരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസിന്റെ മുതിർന്ന കമാൻഡറായിരുന്നു ഇദ്ദേഹം. ഇസ്ലാമിക് സ്റ്റേറ്റിനായി അന്താരാഷ്ട്ര ഫണ്ടിംഗ് നടത്തുന്നതിലും ഭീകര സെല്ലുകൾക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലുമുള്ള പങ്ക് മുൻനിർത്തി 2023 ജൂണിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കൻ രേഖകൾ പ്രകാരം IS-ന്റെ ജനറൽ ഡയറക്ടർ ഓഫ് പ്രൊവിൻസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് അബൂബക്കർ അൽ മൈനൂക്ക്. നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് നേരെ ട്രംപ് ഉത്തരവിടുന്ന ആദ്യത്തെ മാരകമായ ആക്രമണം അല്ല ഇത്. കഴിഞ്ഞ വർഷം നൈജീരിയൻ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. എന്നാൽ ആഫ്രിക്കൻ രാജ്യത്തിലെ സർക്കാർ ഈ അവകാശവാദങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. ട്രംപിന്റെ അന്നത്തെ ആരോപണത്തിന് ദിവസങ്ങൾക്ക് ശേഷം വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് ആരോപിക്കപ്പെടുന്ന ക്യാമ്പുകളിൽ അമേരിക്ക ശക്തവും മാരകവുമായ ഒരു ആക്രമണം നടത്തി. ISIS ഭീകരർ നിരപരാധികളായ ക്രിസ്ത്യാനികളെ കൊല്ലുകയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് ഈ ആക്രമണത്തെ ന്യായീകരിച്ചത്. ഇപ്പോഴത്തെ ഈ വിജയകരമായ ദൗത്യത്തോടെ ISIS-ന്റെ അന്താരാഷ്ട്ര ശൃംഖലയ്ക്ക് കനത്ത ആഘാതമേൽപ്പിക്കാൻ സാധിച്ചതായും ട്രംപ് പറയുന്നുണ്ട്. ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ നൈജീരിയൻ സർക്കാരിനെ അദ്ദേഹം നന്ദി അറിയിച്ചു. ഗോഡ് ബ്ലസ് അമേരിക്ക എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.